ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ജൂലൈ 4 അന്താരാഷ്ട്ര ചക്ക ഡേ ആണ്. അപ്പോൾ നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാം. അതിന് ആദ്യം വേണ്ടത് നല്ല പഴുത്ത ചക്കയാണ്. ഞാനിവിടെ നല്ല പഴുത്ത വരിക്ക ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണ്ടത് റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. കോൺഫ്ലവർ വേണം, കോൺഫ്ലവർ, പിന്നെ അതേ അളവിൽ പഞ്ചസാര, പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ് വേണം, പിന്നെ വെള്ളം ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ചക്ക നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളം വേണം, അത്യാവശ്യം നന്നായിട്ട് വെള്ളം വേണം. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചക്ക ഞാനിവിടെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ അടുപ്പത്ത് വെക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മീഡിയം ചൂടിൽ കുറച്ച് ടൈം മീഡിയം ചൂടിൽ കുറുകുന്നവരെ, മീഡിയം ചൂട് ഇട്ടോ, മീഡിയത്തിൽ മതി കേട്ടോ. മീഡിയത്തിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നല്ല മീഡിയത്തിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പം ചക്ക സീസണല്ലേ, എല്ലാവരുടെ അടുത്തും നല്ല ചക്കയൊക്കെ ഉണ്ടാവും. നല്ല പഴുത്ത വരിക്കച്ചക്ക എനിക്ക് കിട്ടിയത് അത്ര നല്ല പഴുത്തതല്ല. അപ്പോൾ നല്ല പഴുത്ത ചക്ക തന്നെ എടുക്കാം. നന്നായിട്ട് പഴുത്ത ചക്ക എടുത്തിട്ട് നന്നായിട്ട് അടിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല മധുരമൊക്കെയുള്ള നല്ല ചക്ക എടുത്തിട്ട് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കുറച്ച് സമയം. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് കുറുകി വരുന്നുണ്ട്. എന്നിട്ട് കളറൊക്കെ മാറിയില്ലേ, കണ്ടില്ലേ? കുറുകുന്ന ശേഷം കളറൊക്കെ നല്ല യെല്ലോ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. ഞാൻ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ചക്കേൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം മധുരം ചേർക്കാൻ. എൻ്റെ ചക്കക്ക് മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അത് നല്ല അലിയുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അത്രയും അളവിൽ ഞാൻ ഇത്ര എടുത്തിട്ടില്ല കേട്ടോ. കോൺഫ്ലവർ ഇടണം. ഇതിങ്ങനെ ഇടാൻ പാടില്ല, വെള്ളത്തിൽ നമുക്ക് കലക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ഇങ്ങനെ മിക്സായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഭാഗത്താവുന്ന വിധത്തിൽ വേണം ചെയ്യാൻ. കുറേ സ്പീഡിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കട്ട വെട്ടാൻ പാടില്ല. ഇങ്ങനെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിത് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ. ഞാൻ നമ്മളെ ഷമീസ് കിച്ചണിൽ നിന്ന് കട്ടെടുത്ത റെസിപ്പിയാണ്. ചേച്ചി ആക്കുന്നത് കണ്ടിട്ട് അതുപോലെ ആക്കുന്നതാണ്. സക്സസ് ആവുമോ അറിയില്ല, ഫസ്റ്റ് ടൈം ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇതൊന്ന് ആക്കി നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബറൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും, നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നെയ്യ് ചേർക്കണം. ഇതിൽ 2 സ്പൂൺ നെയ്യ് ചേർക്കണം. നല്ല അലുവ പരുവത്തിൽ ആവാൻ പാടില്ല കേട്ടോ. കുറച്ചൊരു സ്വീറ്റായിട്ട് നിൽക്കണം. അപ്പോൾ കുറച്ചധികം നല്ല എമ്മയായിട്ട് കിട്ടണം. നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ചേർത്താൽ മതിയാവും. ഇത്രയും ചേർത്താൽ മതി. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാവും. ഈ ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ബൗളിലേക്കാക്കി മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബൗള് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് പേപ്പറാണ് നമ്മൾ കയ്യിൽ ആ പേപ്പറിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് പേപ്പറിൽ ഇങ്ങനെ വെക്കുക. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കാം. ഷേപ്പാക്കി കൊടുക്കാം. ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കുറച്ച് തണുക്കണം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നമുക്ക് എടുത്ത് മുറിക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഇത് തണിയണം, ചൂടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് തണിയാൻ വെക്കാം. തണിയട്ടെ. എൻ്റെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഡിങ് തയ്യാറായിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പ്, ബദം അതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നമ്മളെ കുട്ടികൾക്കെല്ലാം ചക്ക എന്ന് പറയുമ്പോൾ വലിയ ഇഷ്ടമുണ്ടാവില്ല. ചക്ക പുഡിക്ക് ചക്ക എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ അഭിപ്രായം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.